all, welcome back to Psycho Learning. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചൈൽഡ് ആൻഡ് അഡോളസെന്റ് ഡെവലപ്മെന്റ് എന്നുള്ള പേപ്പറിലുള്ള ഫസ്റ്റ് മോഡ്യൂൾ ആണ്. നമ്മൾ ഫസ്റ്റ് 2 യൂണിറ്റുകൾ കവർ ചെയ്തു. അതായത് നമ്മൾ അതിൽ ലൈഫ് സ്പാൻ പെർസ്പെക്റ്റീവ്, പിന്നെ പീരിയഡ്സ് ഓഫ് ഡെവലപ്മെന്റ്, ഓരോ പീരീഡിലും എന്ത് കൈൻഡ് ഓഫ് ടാസ്കുകളാണ് അവരിൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്നത്, ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് യൂണിറ്റ് 3 ആണ്, അതായത് ഡെവലപ്മെന്റ് തിയറീസ്. ഹിസ്റ്ററി എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമ്മുടെ ഹിസ്റ്ററി എക്സാമിന് സമയത്തൊക്കെ നമ്മൾ ഹിസ്റ്ററി ഒക്കെ എഴുതുമ്പോൾ അതിന്റെ എൻഡിലോട്ട് നമ്മൾ ആ സമയത്ത് വന്നിട്ട് തിയറീസിനൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതണം എന്നുള്ളത്. അപ്പൊ അവിടെ എഴുതേണ്ട, അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട തിയറീസ് ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. സോ നമുക്ക് ഇതിൽ മെയിൻ നമ്മൾ 3 ആളുകളെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അതായത് ഫ്രൂയിഡിന്റെ തിയറി, പിന്നെ ബിഹേവിയറിസം റിലേറ്റഡ് ആയിട്ടുള്ള വന്നിട്ടുള്ള തിയറീസും കോൺസെപ്റ്റ്സും, പിന്നെ ഉള്ളത് എറിക്സന്റെ തിയറി. ഈ ഫ്രൂയിഡിന്റെ തിയറി എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് സൈക്കോളജി ഫീൽഡിലോട്ട്, അതായത് നമ്മൾ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴേ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഫ്രൂയിഡിന്റെ സൈക്കോസെക്ഷൽ തിയറി, സൈക്കോസെക്ഷൽ സ്റ്റേജസ്. പിന്നെ ബിഹേവിയറിസത്തിൽ നമ്മള് ജോൺ ബി വാട്സണ്, അത് ജെ ബി വാട്സണ്, പിന്നെ സ്കിന്നർ, ഒപ്പറന്റ് കണ്ടീഷനിങ്, ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ എറിക്സന്റെ 8 സൈക്കോസോഷ്യൽ സ്റ്റേജസ്, ഇതാണ് നമുക്ക് ഇവിടെ കവർ ചെയ്യാനുള്ളത്. സോ ഇതിൽ മുന്നോട്ട് പറയുന്നതിന് മുന്നേ നമ്മുടെ തിയറി, അതായത് ഡെവലപ്മെന്റ് തിയറി ആയാലും അതിന്റെ റിസർച്ചിനൊക്കെ മെയിൻ നമുക്ക് 5 പെർസ്പെക്റ്റീവ്സ് ആണുള്ളത്. അതായത് സൈക്കോ അനലിറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് നമ്മുടെ അൺകോൺഷ്യസിലുള്ള നമ്മുടെ ഇമോഷൻസിനെ, നമ്മുടെ കോൺഫ്ലിക്റ്റുകളൊക്കെയാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. അത് കാരണം അത് റിലേറ്റഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റിനെ പറ്റി പറയുന്ന ആ ഒരു പെർസ്പെക്റ്റീവ് ആണ് സൈക്കോ അനലിറ്റിക് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഉള്ളതാണ് എന്ത്, ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒബ്സർവബിൾ ബിഹേവിയർ. നമ്മൾ നമ്മുടെ ചുറ്റുപാടുന്നുള്ള കാര്യങ്ങൾ കണ്ടിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്, അതാണ് നമ്മുടെ ഡെവലപ്മെന്റിനെ ബാധിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തേർഡ്, കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തോട്ട് പ്രോസസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഫോർത്ത്, കോണ്ടെക്സ്റ്റുവൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാട്, അതായത് കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ആവാം, ഹിസ്റ്റോറിക്കൽ, സോഷ്യൽ, ഇതിന്റെയൊക്കെ ഇമ്പാക്ട്, അതിന്റെയൊക്കെ കാരണം കൊണ്ടാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് നടക്കുന്നതെന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവ് ആണ് കോണ്ടെക്സ്റ്റുവൽ എന്ന് പറഞ്ഞാൽ. ആൻഡ് ഫൈനലി എവല്യൂഷണറി സോഷ്യോ ബയോളജിക്കൽ, അതിൽ നമ്മുടെ എവല്യൂഷണറി ബയോളജിക്കൽ റിലേറ്റഡ് കാര്യങ്ങളെയാണ് നമ്മുടെ ഡെവലപ്മെന്റിനെ ഇമ്പാക്ട് ചെയ്യുന്നത്. അതിൽ ഡെവലപ്മെന്റ് റിലേറ്റഡ് തിയറീസ് ഒക്കെ നമുക്ക് ഈ ഒരു പെർസ്പെക്റ്റീവിലൂടെ നോക്കി കാണാൻ പറ്റും എന്ന് പറയുന്നത്. ഈ ഒരു 5 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, അത്ര ഇമ്പോർട്ടന്റ് അല്ല. നമ്മൾ പറയാൻ പോകുന്ന തിയറീസ് ആണ് കൂടുതൽ ഇമ്പോർട്ടന്റ്. തിയറീസിനൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിക്ക് തന്നിട്ടുള്ളതാണ്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്കുള്ളതാണ് എന്ത്, സൈക്കോസെക്ഷൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്. ആദ്യത്തെ തിയറിയാണ് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറിയാണ്. അതായത് ചൈൽഡ്ഹുഡിലുള്ള നമ്മുടെ ഒരു 5 സ്റ്റേജസ് ഉണ്ട്. ഈ 5 സ്റ്റേജസിലൂടെ കടന്നു പോകുന്നതിലൂടെ നമ്മളിൽ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് ഈ ഒരു തിയറി കാണിക്കുന്നത്. ഇതിൽ മെയിൻ 5 സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ ഓറൽ, ആനൽ, ഫാലിക്, ലാറ്റൻസി ആൻഡ് ജെനിറ്റൽ സ്റ്റേജസ്. ഈ ഒരു തിയറി മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പ്ലഷർ സീക്കിംഗ്, അതായത് ലിബിഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഇത്. അതായത് നമ്മുടെ ബോഡിയിൽ ഡിഫറെന്റ് ഏരിയാസ് ഉണ്ട്, അതായത് മൗത്ത് ആവാം, അങ്ങനെ ഡിഫറെന്റ് ഏരിയാസിൽ പ്ലഷർ സീക്ക് ചെയ്യുന്നതിന് റിലേറ്റഡ് ആയിട്ട് പറയുന്നത്. അപ്പൊ നമ്മള് ഈ പ്ലഷർ സീക്കിങ് അവിടെ നടക്കുകയോ അല്ലെങ്കിൽ അത് ഓവറായിട്ട് നടക്കുകയോ ചെയ്താൽ അതിൽ ഒരുപാട് അൺറിസോൾവ്ഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വരും. ആ അൺറിസോൾവ്ഡ് ഇഷ്യൂസ് നമ്മൾ പറയുന്നതാണ് എന്ത്, യെസ്, ഫിക്സേഷൻസ് എന്ന് പറഞ്ഞാൽ. ആ ഒരു ഫിക്സേഷൻ അവിടെ സംഭവിച്ചാൽ അത് ഭാവിയിൽ റിഫ്ലക്ട് ചെയ്യും. അപ്പോൾ ഓറൽ ഫിക്സേഷൻ നമ്മൾ അത് പറയൂട്ടെ എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട്. അപ്പം ഓറൽ ഫിക്സേഷൻ സംഭവിച്ച ഒരാള് ഫ്യൂച്ചറിൽ, അതായത് അഡൾട്ട് ആവുമ്പോൾ അയാളിൽ സ്മോക്കിംഗ് അല്ലെങ്കിൽ ഡിപ്പെൻഡൻസി ബിഹേവിയർ വരും. ഈ ഇപ്പൊ പാസ്റ്റ്, അതായത് ചൈൽഡ്ഹുഡ് സമയത്ത് നമ്മൾ എന്ത് ഫിക്സേഷൻസ് ആണ് നമ്മൾ സംഭവിച്ചത്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും നമുക്ക് ഉണ്ടാവുക എന്നുള്ളതിലാണ് ഈ സൈക്കോസെക്ഷൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ഉള്ളത്. സോ ഫസ്റ്റ് സ്റ്റേജ് ആണ് എന്ത്, ഓറൽ സ്റ്റേജ്. ഈ ഓറൽ സ്റ്റേജിന്റെ ഡ്യൂറേഷൻ എത്രയാണെന്ന് അറിയാം, അതായത് ഒരു കുട്ടി ജനിച്ചത് മുതൽ കുട്ടിയുടെ 2 വയസ്സ് വരെയുള്ള ആ ഒരു ഗ്യാപ്പിലാണ് ഈ ഒരു ആ സ്റ്റേജ്, ആ പീരീഡ് ആണ് ഈ ഓറൽ സ്റ്റേജ് എന്ന് പറഞ്ഞാല്. ഇവിടെ ഈ ഒരു 2 വയസ്സ് വരെയുള്ള കുട്ടികളുടെയൊക്കെ പ്ലഷർ സെന്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ മൗത്താണ്. നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ വീട്ടിലുള്ള കുട്ടികളായാലും അല്ലെങ്കിൽ നമ്മുടെ കസിൻസിന്റെ മക്കളൊക്കെ ആയാലും എപ്പോഴും തമ്പ് മൗത്തിലായിരിക്കും. അവർക്ക് പ്ലഷർ കിട്ടുന്നത് മൗത്തിലൂടെയാണ്. ഓക്കെ, ഈ ഒരു സമയത്ത് അവർ കൂടുതൽ ഡിപ്പെൻഡന്റ് ആരെടുത്തായിരിക്കും, അവരുടെ മദറിന്റെ അടുത്തായിരിക്കും. അപ്പോൾ ബൈറ്റ് ചെയ്യുക, കടിക്കുക, അല്ലെങ്കിൽ സക്ക് ചെയ്യുക, ഇങ്ങനെയാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്, പ്ലഷർ കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക, അല്ലെങ്കിൽ
അവർക്ക് വളരെ കുറഞ്ഞ ഓപ്പർച്യൂണിറ്റി, ഈ സക്ക് ചെയ്യുന്നതിന് ഭയങ്കര കുറഞ്ഞ ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. അല്ലെങ്കിൽ അതിനെപ്പറ്റി അവർ ആൻഷ്യസ് ആക്കുമ്പോൾ അവർക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? ഓറൽ ഫിക്സേഷൻ സംഭവിക്കുന്നുണ്ട്. അതായത് ആ സമയത്ത് അത് റിസോൾവ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു അൺറിസോൾവ് ഇഷ്യൂ ആയിട്ട് മാറുന്നുണ്ട്. അത് പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? അവർ അഡൽട്ട്ഹുഡിൽ അവർക്ക് സ്മോക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഡിപ്പെൻഡൻസി എന്നുള്ള രീതിക്ക് അത് ഭാവിയിൽ അത് കാണിക്കും എന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ ഇപ്പൊ ലിറ്റിൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന, അതല്ലെങ്കിൽ കൂടുതലാക്കിയിട്ട് ഇതാക്കുന്ന, അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് അവരുടെ ഭാവിയിൽ അത് ബാധിക്കുന്നു എന്നാണ് പറയുന്നത്. അതാണ് ഓറൽ സ്റ്റേജ്. ഇപ്പൊ ഓറൽ എന്ന് പറയുമ്പോൾ അവിടെ പ്ലഷർ സെന്റർ ഏതാണ്? മൗത്ത് ആണ്. ഓക്കെ, ബർത്ത് മുതൽ 2 വയസ്സ് വരെയുള്ള നമ്മുടെ വീട്ടിലുള്ള കുട്ടികളെ വെച്ചിട്ട് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേജ് ഏതാണ്? ആനൽ സ്റ്റേജ്. ആനൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഓറൽ സ്റ്റേജ് കഴിഞ്ഞിട്ടില്ല, അതായത് 2 വയസ്സ് മുതൽ 3 വയസ്സ് വരെ. ഇവിടെ അവിടെ പ്ലഷർ സെന്റർ എന്ന് പറയുന്നത് ഏനൽ റീജിയൻ ആണ്. അതായത് ഈ ഒരു പീരീഡിലാണ് നമ്മൾ കുട്ടികൾക്ക് ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഭയങ്കര ഹാർഷ് ആൻഡ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുത്താൽ അവർക്ക് എന്തുണ്ടാവും? ഭാവിയിൽ, അതായത് ചെറുപ്പത്തിൽ ഈ 2 വയസ്സ് ടു 3 വയസ്സ് സമയത്ത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് ട്രെയിനിങ് ആണെങ്കിൽ ഫ്യൂച്ചറിൽ അവർ ഭയങ്കര ഓർഡർലി ഒരു പെർഫെക്ഷനിസം, അല്ലെങ്കിൽ ഭയങ്കര ഒരു കമ്പൽസീവ് ബിഹേവിയർ അവർക്ക് ഉണ്ടാവും. ഒരു പെർഫെക്ഷനിസം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഇപ്പൊ കാണിക്കും. ഫ്യൂച്ചറിൽ, അതായത് അഡൾട്ട് ആകുമ്പോൾ അത് കാണിക്കാൻ തുടങ്ങും. എല്ലാത്തിനും ഒരു വൃത്തി വേണം എന്ന രീതിക്കാകും. ഇനി അതല്ലാണ്ട് ഹാർഷും അല്ല സ്ട്രിക്റ്റും അല്ല, റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് ട്രെയിനിങ് ആണെങ്കിൽ അവർ എന്തായിട്ട് മാറും? നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഭയങ്കര അൺഡിസിപ്ലിൻഡ് ആയിരിക്കും. അവർ എക്സസീവ്ലി നമ്മൾ ടോയ്ലറ്റ്, ഹാർഷ് ആൻഡ് സ്ട്രിക്റ്റ് ആയിട്ട് ടോയ്ലറ്റ് ട്രെയിനിങ് ആണെങ്കിൽ അവർ ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, ഭയങ്കര ഓർഡർലി, അല്ലെങ്കിൽ ഭയങ്കര പെർഫെക്ഷനിസം ആയിരിക്കും. റിലാക്സ് ടോയ്ലറ്റ് ട്രെയിനിങ് ആണെങ്കിൽ അൺഡിസിപ്ലിൻഡ് ആയിരിക്കും, ഇമ്പൾസീവ് ആയിരിക്കും. ഓക്കെ, ആൻഡ് തേർഡ് സ്റ്റേജ് ആണ് ഇത് ഫാലിക് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ. ഫാലിക് സ്റ്റേജിന്റെ ഒരു ഏജ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 3 വയസ്സ് മുതൽ 7 വയസ്സ് വരെയാണ്. ഇവിടെ അവിടെ പ്ലഷർ സെന്റർ എന്ന് പറഞ്ഞാൽ ജെനിറ്റൽസ് ആണ്. സോ ഫസ്റ്റത്തിൽ മൗത്ത് ആയതും, സെക്കൻഡ് ഏനൽ റീജിയൻ, മൂന്നാമത്തെ ജെനിറ്റൽസ്. ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞാല് ആ സമയത്ത് അവര് സെക്ഷുവാലിറ്റിനെ പറ്റിയിട്ട് അവർ അവെയർ ആയിരിക്കും. അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ തമ്മിലുള്ള ഡിഫറൻസസ് എന്താണെന്ന് അവർ മനസ്സിലാക്കും. ഇവിടെയാണ് നമ്മുടെ ഫ്ലൂയിഡിന്റെ ഒരു മെയിൻ കോൺസെപ്റ്റ് നമുക്കറിയാം. ഇലക്ട്രോ കോംപ്ലക്സും അതുപോലെ തന്നെ ഏതാണ്? ഈഡിപ്പസ് കോംപ്ലക്സും. ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ആൺകുട്ടികൾക്ക് മദറിന്റെ അടുത്താണ് അട്രാക്ഷൻ തോന്നുക എന്നുള്ള കോൺസെപ്റ്റ് ആണ് ഈഡിപ്പസ് കോംപ്ലക്സ്. ഇലക്ട്രോ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, നേരെ ഓപ്പോസിറ്റ്. അതായത് ഫാദറിന്, പെൺകുട്ടികൾക്ക് ഉപ്പാന്റെ അടുത്ത്, അച്ഛന്റെ അടുത്താണ് ഒന്നുകൂടി ഒരു അട്രാക്ഷൻ ഉള്ളത് എന്നുള്ള ഒരു കോൺസെപ്റ്റ് പറയുന്നുണ്ട്. അതാണ് ഇലക്ട്രോ കോംപ്ലക്സും ഈഡിപ്പസ് കോംപ്ലക്സും. അപ്പം അവിടെ ഓപ്പോസിറ്റ്, അപ്പൊ പെൺകുട്ടിയാണെങ്കിൽ ഓപ്പോസിറ്റ് സെക്സ് പാരന്റിന്റെ അടുത്താണ് അവർ കൂടുതൽ അട്രാക്റ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ഫാലിക് സ്റ്റേജ് നമുക്ക് മെയിൻലി പറയാനുള്ളത്. നെക്സ്റ്റ് ഫോർത്ത് സ്റ്റേജ് ആണ് ലാറ്റൻസി സ്റ്റേജ്. അതായത് 7 to 11 ഇയേഴ്സ് ഒക്കെ വരെ. ഇവിടെ എന്ന് പറഞ്ഞാല് അവർക്ക് സെക്ഷൽ എനർജീസ് ഒക്കെ ഭയങ്കര വീക്ക് ആയിരിക്കും. ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞാൽ അവരുടെ എന്താണ് കൂടുതൽ സ്കൂൾ ഗോയിങ് ഏജ് ആണല്ലോ. അപ്പൊ സ്കൂൾ വർക്ക്, ഹോബീസ്, ഫ്രണ്ട്ഷിപ്പ്, പിയർ റിലേഷൻഷിപ്പ്, ഇതിലൊക്കെയാണ് അവർ കൂടുതൽ എൻഗേജ് ആയിട്ടുണ്ടാവുക. പുതിയ പുതിയ സ്കില്ലുകൾ പഠിക്കുക, പുതിയ നോളേജ് മനസ്സിലാക്കുക, ഒരു സെയിം ജെൻഡറിലുള്ള കുട്ടികളായിട്ട് കളിക്കുക ഒക്കെയാണ് ലാറ്റൻസി സ്റ്റേജിൽ വരുന്നത്. ലാസ്റ്റ് സ്റ്റേജ് ആണ് ജെനിറ്റൽ സ്റ്റേജ്. അതായത് 11 to അഡൽട്ട് ആവുന്നത് വരെ ഉള്ള ഒരു സ്റ്റേജ്. ഓക്കെ, ഇവിടെ പിന്നെയും തിരിച്ച് എവിടോട്ട് വന്ന് പ്ലഷർ ഫോക്കസ് ജെനിറ്റൽസ് വന്നു. നമ്മള് ഫാലിക് സ്റ്റേജിൽ പറഞ്ഞു 3 to 7 ഇയേഴ്സിൽ ജെനിറ്റൽസ് ആണ് പറഞ്ഞു. അത് പിന്നീട് സെക്ഷൽ ഏർജസ് ഒക്കെ കുറഞ്ഞതിന് ശേഷം 7 to 11 ഇയേഴ്സ് അവരുടെ സെക്ഷൽ ഏർജസ് കുറവാണ്. ഓക്കെ, ജെനിറ്റൽ സ്റ്റേജിൽ എത്തുമ്പോൾ 11 to അഡൽട്ട് ആവുമ്പോൾ അവിടെ പ്ലഷർ ഫോക്കസ് എവിടെയോട്ട് വരികയാണ്? തിരിച്ച് ജെനിറ്റൽസ് വരികയാണ്. ഓക്കെ, അവിടെ അഫെക്ഷൻ, ലവ്, അതുപോലെ തന്നെ ഒരു മാരീഡ് ലൈഫ്, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലോട്ട് എത്താണ്. ഇതാണ് ഫ്രൂയിഡിന്റെ സൈക്കോ സെക്ഷുവൽ സ്റ്റേജസ്. 5 സ്റ്റേജസ് ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. എന്താണ് ഫിക്സേഷൻ? അതായത് ഒരു കോൺഫ്ലിക്ട് ചൈൽഡ്ഹുഡ് സമയത്ത് അവർ പ്ലഷർ സീക്കും, ആ സമയത്ത് അത് അതിനനുസരിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ അവരൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അത് പതിയെ ഫിക്സേഷൻ, അത് അൺറിസോൾവ് ഇഷ്യൂ ആയിട്ട് മാറും. അത് അവരുടെ അഡൽട്ട് പേഴ്സണാലിറ്റിനെ ബാധിക്കും എന്നുള്ളത്. ഓറൽ സ്റ്റേജ് പറഞ്ഞു ബർത്ത് 2 ഇയേഴ്സ്, ആനൽ സ്റ്റേജ് 2 to 3, ഫാലിക് സ്റ്റേജ് 3 to 7 ഇയേഴ്സ്, ലാറ്റൻസി സ്റ്റേജ് 7 to 11 ഇയേഴ്സ്, ജെനിറ്റൽ സ്റ്റേജ് ലാസ്റ്റ് സ്റ്റേജ് ആണ് 11 to അഡൽട്ട് വരെ ഉള്ളത്. ഇതാണ് സൈക്കോ സെക്ഷൽ സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് തിയറി ആയിട്ടുള്ള ഇതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം. ജസ്റ്റ് ഒരു ഇമേജ് ആയിട്ട് കൊടുത്തു എന്നാണ് ഉള്ളത്. അതായത് ഓറൽ സ്റ്റേജ് 0 to 1 ഇയേഴ്സ്. ഇവിടെ പ്രൈമറി, എല്ലാത്തിന്റെ ഒരു പ്രൈമറി പ്ലഷർ സീക്കിംഗ് ഏരിയ ഏതാണെന്ന് ഓർത്ത് വെക്കാം. ഓറൽ സ്റ്റേജിൽ അത് മൗത്ത് ആണ്. ആ സമയത്ത് ഫിക്സേഷൻ സംഭവിച്ചാൽ അത് സ്മോക്കിങ്ങിലോട്ട് അല്ലെങ്കിൽ ഓവർ ഈറ്റിങ്ങിലോട്ട് ലീഡ് ചെയ്യും.
ആനുവൽ സ്റ്റേജിൽ ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെയാണ് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഒബ്സസീവ് ക്ലീൻലിനെസ് അല്ലെങ്കിൽ മെസ്സിനെസ്സിലോട്ട് ലീഡ് ചെയ്യും. ഫാലിക് സ്റ്റേജ് ഫോക്കസ് കോംപ്ലക്സ് എലക്ട്രാ കോംപ്ലക്സ് എന്നൊരു കോൺസെപ്റ്റ് വരുന്നുണ്ട്. ആൻഡ് ലാറ്റൻസി സ്റ്റേജ് ആൻഡ് ഫൈനലി ജെനിറ്റൽ സ്റ്റേജ്. ഓക്കെ, സെക്ഷൽ ഇൻട്രസ്റ്റും ആൻഡ് റിലേഷൻഷിപ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതാണ്. അവിടെ തിരിച്ച് ജെനിറ്റൽസിലോട്ട് തന്നെ പ്ലഷർ സീക്കിങ് ഇത് വരുന്നുണ്ട്. ഓക്കെ, സൈക്കോ സോഷ്യൽ സ്റ്റേറ്റ്സ് നേരത്തെ പറഞ്ഞ സൈക്കോ സെക്ഷൽ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മള് ജെനിറ്റൽസ്, ഏനൽ റീജിയൻ ഇങ്ങനത്തെ കാര്യത്തിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്തത്. ഇനി പറയാൻ സൈക്കോ സോഷ്യൽ സ്റ്റേറ്റ്സ്, അതായത് സോഷ്യൽ റിലേറ്റഡ് കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. അതായത് ഒരാളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് അയാൾ ഒരു 8 സ്റ്റേജിലൂടെ കടന്നു പോകും. അതായത് അവർക്ക് സൈക്കോ സോഷ്യൽ ക്രൈസിസ് അല്ലെങ്കിൽ സൈക്കോ സോഷ്യൽ കോൺഫ്ലിക്റ്റുകൾ അവരിൽ ഉണ്ടാകും. ഓരോ ഇൻഡിവിജ്വലും ഓരോ സ്റ്റേജിലൂടെ അവർക്ക് ഒരു കൈൻഡ് ഓഫ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അവർ ആ കോൺഫ്ലിക്റ്റ് മറികടന്നാൽ അവർക്ക് ഒരു വെർച്യു ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ഒരു പോസിറ്റീവ് ഫങ്ഷനിങ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെയാണ് ഒരു ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് എന്നാണ് സൈക്കോ സോഷ്യൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ 8 സ്റ്റേജസ് ഉണ്ട്. അത് ഏതൊക്കെയാ നമുക്ക് ഓരോന്നോരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് സ്റ്റേജ് ആണ് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് എന്നുള്ളത്. അതായത് ഇത് ഏകദേശം ഓരോ സ്റ്റേജിന്റെ ഏജ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ സൈക്കോസെക്ഷലായിട്ട് ഒരു റിലേഷൻ ഉണ്ട് കേട്ടോ. ഇതിന് ഒന്ന് നോക്കിയാൽ തന്നെ നമുക്കൊന്ന് മനസ്സിലാവും. സോ ഫസ്റ്റ് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ലൈഫിന്റെ ഒരു വയസ്സ് ആ സമയത്ത് വരുന്നതാണ് ഇത്. ഓക്കെ, ഈ ഒരു ഇതിൽ എന്താണ് അവരുടെ ഇമ്പോർട്ടന്റ്, അവരുടെ ആ ഒരു വയസ്സുള്ള ഒരു കുട്ടിയുടെ ലൈഫിൽ നടക്കുന്ന ഇമ്പോർട്ടന്റ് ഇവന്റ് എന്താണ്? അതായത് ആ കുട്ടി എന്താണ് അധികവും ഫീഡിങ് സ്റ്റേജിലാണ് ഉള്ളത്. നമ്മള് സൈക്കോ സെക്ഷൽ സ്റ്റേജസ് പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞ സക്കിങ് ഒക്കെയാണ് അവരുടെ ഏർലി ലൈഫിലാണ്, ഏർലി പീരീഡിൽ ഉണ്ടാവുന്ന മെയിൻ കാര്യം എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടന്റ് ഇവന്റ് എന്ന് പറഞ്ഞാൽ ഫീഡിങ് ആണ്. അതായത് അവരുടെ കെയർ ഗീവറിന്റെ അടുത്ത് നിന്ന് അവർക്ക് എന്താണ് നല്ല രീതിയിലുള്ള കെയർ കിട്ടുന്നത്, അതുപോലെ അവരുടെ നീഡ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ, അതായത് കുട്ടിക്ക് പാല് വേണ്ട സമയത്ത് പാല് കിട്ടുന്നുണ്ട്, അങ്ങനെ ആ കുട്ടിയുടെ നീഡുകൾ, കരയുമ്പോൾ പാല് കിട്ടുന്നുണ്ട്, അങ്ങനെ ആ കുട്ടിയുടെ നീഡ് ആ ഒരു ഫസ്റ്റ് ഇയർ ഓഫ് ലൈഫിൽ അത് സാറ്റിസ്ഫൈ ചെയ്താൽ ആ കുട്ടിയിൽ എന്താണ് ഒരു കൈൻഡ് ഓഫ് ട്രസ്റ്റ്, ഒരു കൈൻഡ് ഓഫ് വിശ്വാസം ആ കുട്ടിയിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ കുട്ടി വിശ്വസിക്കാണ് എന്ത്, ഓക്കെ ബാക്കിയുള്ളവർ എന്റെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ ചുറ്റുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം ആ കുട്ടിക്ക് വരികയാണ്. ഓക്കെ, അങ്ങനെ ആ ഒരു സമയത്ത് അങ്ങനെ ഒരു വിശ്വാസം വന്നാൽ അത് ആ കുട്ടിയുടെ ലൈഫ് ലോങ് എക്സ്പെക്ടേഷൻ ഉണ്ട്. ആ വേൾഡിനെ പറ്റി, ആ കുട്ടി ജീവിക്കാൻ പോകുന്ന ലോകത്തെ പറ്റിയിട്ട് ഓക്കെ ഇതൊരു കുഴപ്പമില്ലാത്ത ഒരു ഏരിയ ആണ്, എനിക്ക് ജീവിക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ ആണ്, ഇവിടെ അതായത് എന്റെ നീഡ് വരുമ്പോൾ ആളുകൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റും എന്നുള്ളൊരു സാധനം കുട്ടിക്ക് ഡെവലപ്പ് ചെയ്യാണ്. ഓക്കെ, ഇനി അങ്ങനെയല്ല, ആ കുട്ടിക്ക് പ്രോപ്പർലി, അതായത് കെയർ ഗിവേഴ്സ് ശരിക്കും അറ്റൻഡ് ചെയ്തിട്ടില്ല, അങ്ങനെയൊക്കെയാണ്. അതായത് അപ്പൊ പ്രോപ്പർലി അറ്റൻഡ് ചെയ്യാതാവുമ്പോൾ എന്തുണ്ടാകും, കുട്ടിക്ക് ഒരു വിശ്വാസം ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. അവരിൽ എന്തിലോട്ട് ലീഡ് ചെയ്യും, ഇൻസെക്യൂരിറ്റി, ഫിയർ, മിസ്ട്രസ്റ്റ് ഇതിലോട്ടൊക്കെ ലീഡ് ചെയ്യും. ഓക്കെ, അതാണ് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് എന്നുള്ളത്. ഇതൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. ഇത് അവർക്ക് നല്ല രീതിക്ക് മാനേജ് ചെയ്യാൻ കഴിഞ്ഞാൽ അവരിൽ ഒരു പോസിറ്റീവ് ഫംഗ്ഷൻ, ഒരു പോസിറ്റീവ് വേർച്യു ഡെവലപ്പ് ചെയ്യും. അത് ഏത് വേർച്യു ആണ് ലാസ്റ്റ് ആണ് ഡിസ്കസ് ചെയ്യും കേട്ടോ. ഫസ്റ്റ് സ്റ്റേജ് ആണ് എന്ത്, ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് എന്നുള്ളത്. സെക്കൻഡ് സ്റ്റേജ് ആണ് ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട് എന്നുള്ളത്. അതായത് 1 വയസ്സ് മുതൽ ഒരു 3 വയസ്സ് വരെ ഉള്ളതാണ് ഈ ആ ഒരു പീരീഡ് ആണ് ഓട്ടോണമി വേഴ്സസ് ഷെയിം എന്ന് പറഞ്ഞാൽ. ആ സമയത്ത് എന്താണ് ഇമ്പോർട്ടന്റ് ഇവന്റ്, ടോയ്ലറ്റ് ട്രെയിനിങ് ആണ്. നമ്മള് സൈക്കോ സെക്ഷൽ സ്റ്റേജ് ഓഫ് ഫ്രോയിഡിൽ നമ്മൾ ആനൽ സ്റ്റേജിൽ പറഞ്ഞിട്ടുള്ളതാണ് ടോയ്ലറ്റ് ട്രെയിനിങ് എന്നുള്ളത്. ഓക്കെ, ആ സെയിം കാര്യം തന്നെ, ആ സെയിം അത് തന്നെയാണ് ഇവിടുത്തെ സെയിം ഇമ്പോർട്ടന്റ് ഇവന്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അവരുടെ ബിഹേവിയർ എന്താണ് എന്ന് മനസ്സിലാക്കുന്നത്, അവരുടെ ഫിസിക്കൽ സ്കില്ലിൽ അവർ തന്നെ ഒരു പേഴ്സണൽ കൺട്രോൾ കൊണ്ടുവരുന്നുണ്ട് ഈ ഒരു ഏജ് ടൈമിൽ. ഓക്കെ, ഓക്കെ ഒരു കൈൻഡ് ഓഫ് ഇൻഡിപെൻഡന്റ് ആണ് ശ്രമിക്കുന്നുണ്ട്, അവരുടെ കാര്യങ്ങളൊക്കെ അവർ തന്നെ ചെയ്തിട്ട് ഇൻഡിപെൻഡൻസി അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് അവർ ആ ഒരു ഇൻഡിപെൻഡൻസി കിട്ടുന്ന അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് അതിനെ എന്താ ഭയങ്കര ഹാർഷ്ലി പണിഷ് ചെയ്യുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്ക് എന്തുണ്ടാവും, അവരുടെ ഒരു ഷെയിം ഉണ്ടാവും, ഞാൻ ശരിയാണോ, അവർക്ക് ഡൗട്ട് വരും. ഓക്കെ, അപ്പൊ ഈ ഒരു ടോയ്ലറ്റ് ട്രെയിനിങ് ആ പീരീഡിൽ അവർക്ക് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഓട്ടോണമി ഉണ്ടാകും. അതല്ല കൂടുതൽ പണിഷ് ചെയ്യുക, അങ്ങനെയൊക്കെയാണെങ്കിൽ അവർക്ക് ഇങ്ങനെ ഷെയിം ആൻഡ് ഡൗട്ട് ആണ് വരിക. അതാണ് സെക്കൻഡ് സ്റ്റേജ്. തേർഡ് സ്റ്റേജ് ആണ് ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്. അതായത് പ്രീ സ്കൂൾ ടൈമിലാണ് ഈ ഒരു സ്റ്റേജ് വരുന്നത്. അതായത് 3 വയസ്സ് മുതൽ 5 വയസ്സ് വരെ. അപ്പൊ ഈ സമയത്ത് നല്ല കുട്ടി എന്താണ്, കുട്ടിന്റെ ചുറ്റുപാടൊക്കെ എന്താണ് എന്ന് കുട്ടി ഒന്ന് ഇറങ്ങി മനസ്സിലാക്കാൻ നിൽക്കുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് തന്നെ അവർ പുതിയ കുറെ
പുതിയ പുതിയ ഇമ്പൾസസ് കാണുന്നത്, പുതിയ ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്കില്ലുകൾ അവർ മനസ്സിലാക്കിയെടുക്കുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതായത് അവരുടെ ചുറ്റുപാട് അവർ എക്സ്പ്ലോർ ചെയ്യാൻ. അപ്പൊ അവരായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് അത് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവരൊരു ഇനീഷ്യേറ്റീവ് സാധനമാണ് വരുന്നത്. ഇനി അതല്ല, അവരെ കൂടുതൽ ഇറസ്പോൺസിബിൾ അല്ലെങ്കിൽ ഭയങ്കര ആൻഷ്യസ് ആക്കിയിട്ട് മാറ്റും. അവരവരുടെ ചുറ്റുപാട് എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് അവർ ഭയങ്കര അധികം ആൻഷ്യസ് ആക്കി മാറ്റും. അവരിലൊരു കൈൻഡ് ഓഫ് ഗിൽറ്റ് ഫീലിംഗ് ആണ് വരുന്നത്. അതാണ് ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 3 സ്റ്റേജസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് മനസ്സിലായി വിചാരിക്കുന്നത്. നെക്സ്റ്റ്, അതായത് ഫോർത്ത് സ്റ്റേജ് ആയത് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. അതായത് 6 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള ആ ഒരു പീരീഡിൽ വരുന്നതാണ് ഇത് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി എന്നുള്ളത്. 10 മുതൽ 11 വയസ്സ് വരെയുള്ള ഇമ്പോർട്ടന്റ് ഇവന്റ് ഏതാണ്? നമ്മുടെ വീട്ടില് നമ്മുടെ ഈ പ്രായത്തിലുള്ള കുട്ടികളെ നോക്കിയാൽ അവരെന്താ മെയിൻ അവരുടെ ഒരു ലൈഫിൽ ഒരു ഇമ്പോർട്ടന്റ് ഇവന്റ് ആയിട്ട് നമുക്ക് തോന്നുന്നത് എന്താണ്? യെസ്, സ്കൂളിംഗ് ആണ്. അതായത് സ്കൂളിൽ പോകുന്ന പ്രായമാണ് 6 വയസ്സ് മുതൽ 11 വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ. അവരവരുടെ എനർജി മൊത്തം ഒരു നോളജ് മനസ്സിലാക്കാൻ, പുതിയ പുതിയ സ്കില്ല്, അതായത് ഇന്റലക്ച്വൽ സ്കില്ലുകൾ ഉണ്ടാക്കാൻ, അതിലോട്ടാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അവർക്ക് അതായത് സ്കില്ലുകളൊക്കെ ഭയങ്കര സക്സസ്ഫുൾ നല്ല രീതിക്ക് അക്വയർ ചെയ്തെടുക്കാൻ പറ്റുന്നത്, സ്കൂളിലൊന്നും വലിയ കുഴപ്പമില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർക്ക് എന്തുണ്ടാവും, ഒരു കൈൻഡ് ഓഫ് ഒരു കൈൻഡ് ഓഫ് ഒരു കൈൻഡ് ഓഫ് ഇൻകോമ്പിറ്റൻസ് ഉണ്ടാകും. ഓക്കെ, ഇനി അതല്ല, അവർക്ക് സ്കൂൾ നല്ല രീതിക്ക് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, സ്കൂളിൽ നിന്ന് ഭയങ്കര ടീച്ചേഴ്സ് ആയാലും എല്ലാവരും തന്നെ ഭയങ്കര മോശമായിട്ടുള്ള ഒരു ഇതാണെന്നുണ്ടെങ്കിൽ, അതായത് മോശമായ ഒരു ബിഹേവിയർ ആണ് ആ കുട്ടിന്റെ അടുത്ത് നിന്നുണ്ടാവുക, ആ കുട്ടിക്ക് എന്താണ് ഫീൽ ചെയ്യുക, ഈ ഇൻഫീരിയോറിറ്റി ഡെവലപ്പ് ചെയ്യും. അതുപോലെ തന്നെ ആ കുട്ടിയുടെ സെൽഫ് എസ്റ്റീം ലെവൽ ഭയങ്കര അധികം കുറവായിരിക്കും. ഓക്കെ, അതാണ് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി എന്ന് പറഞ്ഞാല്. ഓക്കെ, പിന്നെ ഐഡന്റിറ്റി വേഴ്സസ് കൺഫ്യൂഷൻ, റോൾ കൺഫ്യൂഷൻ. അതായത് ഈ ഒരു ഏജ് എന്ന് പറഞ്ഞാൽ 12 വയസ്സ് മുതൽ 22 വയസ്സ് വരെയുള്ള ഒരു പീരീഡ് ആണ്, അഡോളസൻസ് പീരീഡ്. അവിടെ സോഷ്യൽ പിയർ റിലേഷൻഷിപ്സ് ഫോം ചെയ്യുന്ന ഭയങ്കര അധികം സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ കൺഫ്യൂഷൻസ് ഒക്കെ ഉള്ള ഏരിയ സമയമാണ്. നിങ്ങളുടെ ഏജ് ഇപ്പൊ അതായിരിക്കും. ഓക്കെ, ഭയങ്കര ഇനി ഏതെടുക്കണം, ഏത് കോഴ്സിലോട്ട് പോകണം, PG സൈക്കോളജി തന്നെ കണ്ടിന്യൂ ചെയ്യണം, അത് വേറെ കോഴ്സ് എടുക്കണോ, BEd എടുക്കണോ, എന്താണ് ചെയ്യേണ്ടത്, ഫുൾ കൺഫ്യൂസ്ഡ് ആണ്. ഞാൻ നല്ലൊരു ഇപ്പോൾ സൈക്കോളജിസ്റ്റ് ആവുമോ, അല്ലെങ്കിൽ നല്ലൊരു പ്രൊഫസർ ആവാൻ കഴിയുമോ, അങ്ങനെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടൊരു സ്റ്റേറ്റിലാണ് ഉള്ളത്. ഓക്കെ, എങ്ങനെ ചെയ്യണം എന്നൊന്നും ഒരു ഐഡിയ ഇല്ലാണ്ട് നിൽക്കുന്ന സമയമായിരിക്കും. ഓക്കെ, അതാണ് ഒരു കൺഫ്യൂഷൻ, ഒരു ഭയങ്കര റോൾ കൺഫ്യൂഷൻ സമയം വരുന്ന ഒരു ഏജ് ആണ് ഈ അഡോളസൻസ് എന്ന് പറഞ്ഞാല്. അവർ നിങ്ങൾ ചിലപ്പോൾ നമ്മൾ തന്നെ ചോദിക്കും, ഞാൻ ശരിക്കും എന്താണ് എനിക്ക് വേണ്ടത്, എനിക്ക് എന്താ ആവേണ്ടത്, ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ ഉള്ളിൽ വരും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഉസ്താദ് ഹോട്ടൽ മൂവിയില് ദുൽഖറുള്ള ഈ ഒരു സാധനമാണ്. അതായത് ആളുടെ ഒരു പാഷൻ ഒന്നാണ്, ആളുടെ ഫാമിലിക്ക് വേണ്ട ഒരു കാര്യം വേറെയാണ്. അപ്പൊ എന്താണ് എന്നുള്ള ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റ് ഉണ്ടല്ലോ, നമ്മളെ തന്നെ നോക്കിയാൽ മതി, അപ്പൊ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ആ ഒരു സ്റ്റേജ് ആണ് എന്ത് ഐഡന്റിറ്റി വേഴ്സസ് കൺഫ്യൂഷൻ എന്നുള്ളത്. ഈ ഒരു സ്റ്റേജ് നമ്മൾ അടിപൊളിയായിട്ട് ക്ലിയർ ചെയ്താല് നമ്മളൊരു കൈൻഡ് ഓഫ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനിങ് ഉണ്ടാവും. നെക്സ്റ്റ് സ്റ്റേജ് ആണ് ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ. അതായത് ഒരു 20s and 30s ആ സമയത്ത് ഉണ്ടാവുന്നതാണ്. ഇവിടുത്തെ ഒരു ഇമ്പോർട്ടന്റ് ഇവന്റ് എന്താണ്, നമ്മൾ ഇന്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഇന്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഓൾറെഡി ഇന്റിമസി ഇസ് ഡെവലപ്ഡ്. ഓക്കെ, അതല്ലെങ്കിൽ ഇന്റിമസി ഒന്നും ഇല്ലെങ്കിൽ അത് ഒരു ഒറ്റപ്പെട്ട ഐസൊലേഷൻ, അതാണ് അവിടെ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ. അതായത് 40-50 വയസ്സിന്റെ ഇടയിൽ. അതായത് അവിടുത്തെ ഒരു ഇമ്പോർട്ടന്റ് ഇവന്റ് എന്താ വെച്ചാൽ അവരുടെ വർക്ക്, പാരന്റ്ഹുഡ്, മക്കളുടെ മക്കളായി, അങ്ങനെ ഒരു പീരീഡ് ആണ്. ഓക്കെ, അവരുടെ വർക്കിൽ കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സമയമാണ്. ഇവിടെ ഈ ജനറേറ്റിവിറ്റി കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് അറിയോ? അതായത് അവരവരെ ഇനി വരാൻ പോകുന്ന ജനറേഷൻ നല്ല രീതിക്ക് പ്രൊഡക്റ്റീവ് ആവാൻ വേണ്ടി അവരെ ഗൈഡ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഗൈഡ് ചെയ്യണമെങ്കിൽ ആൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് ഒരു പ്രൊഡക്റ്റീവ് ആണ് എന്നുള്ള സാധനം വേണ്ടേ, അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ജനറേറ്റിവിറ്റി ആണുള്ളത്. അതല്ലെങ്കിൽ അടുത്ത ജനറേഷനെ ഹെൽപ്പ് ചെയ്യാൻ എന്റെ കയ്യിൽ ഒന്നും ഇല്ലല്ലോ എന്നുള്ളതാണെങ്കിൽ അവിടെ അയാൾക്ക് എന്ത് സ്റ്റാഗ്നന്റ് ആയിട്ട് ഭയങ്കര കെട്ടിക്കിട, അതായത് എന്റെ ഉള്ളിൽ ഒന്നും ഇല്ലല്ലോ അവർക്ക് കൊടുക്കാൻ എന്നുള്ളൊരു ഫീലിംഗ് വരികയാണ്. ഓക്കെ, അതാണ് സ്റ്റാഗ്നേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് സ്റ്റേജ് ആണ് എറിക്സന്റെ സൈക്കോ സോഷ്യൽ സ്റ്റേജസിൽ ലാസ്റ്റ് നമ്മൾ പറയുന്ന 8ാമത്തെ സ്റ്റേജ് ആണ് എന്ത് ഇന്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പയർ എന്നുള്ളത്. അതായത് ലേറ്റ് അഡൽട്ട്ഹുഡിൽ, അത് 60 വയസ്സ് മുതൽ അങ്ങോട്ട് തുടങ്ങുന്ന സ്റ്റേജ് ആണ്. ഓക്കെ,
ഈ സ്റ്റേജിൽ അവർ അവരുടെ പാസ്റ്റ് ലൈഫിൽ കൂടുതൽ ഫോക്കസ്ഡ് ആണ്. എന്തൊക്കെയാണ് പാസ്റ്റിൽ നടന്നത്, അപ്പൊ അങ്ങനെ നടന്ന ഇൻസിഡന്റ് ശരിയായോ, അത് എനിക്ക് പഠിപ്പിച്ചിരുന്ന ലെസൺ എന്താണ്, ഓക്കെ, ഞാൻ ഇത്രയും കാലം ഇപ്പൊ ഒരു 60 വർഷം ഞാൻ ജീവിച്ചിട്ട് ഞാൻ എന്തെങ്കിലും നേടിയിട്ടുണ്ടോ, എനിക്ക് എന്റെ സാറ്റിസ്ഫാക്ഷൻ, എന്റെ ലൈഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ, ഒരു സെൻസ് ഓഫ് ഫുൾഫിൽമെന്റ് ഉണ്ടോ, ഇതൊക്കെയാണ് നോക്കുക. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്, ഓക്കെ, ഞാൻ ഇങ്ങനെയൊക്കെ അക്കംപ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഓക്കെ, ഞാൻ ഈ 60 വർഷം കൊണ്ട് എന്തെങ്കിലും നേടിയിട്ടുണ്ട്, അതായത് കംപ്ലീറ്റ്ലി നോക്കുമ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവിടെ ഇന്റഗ്രിറ്റിയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി അതല്ല, ഞാൻ ഈ 60 വർഷം എന്തിനാ ജീവിച്ചത്, എനിക്കൊന്നും നേടാനായിട്ടില്ലല്ലോ എന്നുള്ളൊരു തോട്ട് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്നത് എന്താണ്, ആ എൻ്റെ ലൈഫ് ആയിട്ട് ഫീൽ ഡെസ്പയർ ആണ്. ഓക്കെ, അതാണ് ഇന്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പയർ എന്നുള്ളത്. ഇതാണ് എറിക്സന്റെ 8 സൈക്കോ സോഷ്യൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓരോ മനുഷ്യനും ഇതിലൂടെ ഓരോന്നിലൂടെ കടന്നു പോകും എന്നാണ് പറയുന്നത്. നമ്മൾ നമ്മുടെ ഏജ് വെച്ച് നോക്കുമ്പോൾ നമ്മളിപ്പം ഐഡന്റിറ്റി വേഴ്സ് റോൾ കൺഫ്യൂഷൻ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ ഇതാണ് എറിക്സന്റെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്. ഞാൻ പറഞ്ഞു ഓരോ സ്റ്റേജിലും അവർക്ക് ഡിഫറെന്റ് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്നുണ്ട്. ആ കോൺഫ്ലിക്റ്റിലൂടെ കടന്നു പോകുമ്പോഴാണ് അയാളിൽ ഡെവലപ്മെന്റ് നടക്കുന്നതെന്നാണ് എറിക്സൺ പറഞ്ഞിട്ടുള്ളത്. സോ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് ഉണ്ട്. ആ ഒരു കോൺഫ്ലിക്റ്റ്, ട്രസ്റ്റും മിസ്ട്രസ്റ്റും, ഇതിന്റെ ഒരു കോൺഫ്ലിക്റ്റ് അയാൾ സോൾവ് ചെയ്താൽ അയാളിൽ ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് കൈൻഡ് ഓഫ് ഹോപ്പ് ഉണ്ടാവും അയാളിൽ. ഓക്കെ, ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്, ആ ഒരു കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്താൽ അയാളിൽ വിൽ എന്നുള്ളൊരു വേർച്യു ഡെവലപ്പ് ചെയ്തു. നെക്സ്റ്റ് വൺ ആണെങ്കിൽ പേർപ്പസ്, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി ആണെങ്കിൽ കോമ്പീറ്റൻസ് ഉണ്ടാകും. ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ ആണെങ്കിൽ അവരാരാണ് എന്നുള്ളതുണ്ടല്ലോ, നമ്മൾ നമ്മുടെ പേഴ്സണൽ ഐഡന്റിറ്റി എക്സ്പ്ലോർ ചെയ്യുന്നത്, നമ്മുടെ സെൻസ് ഓഫ് സെൽഫ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, അങ്ങനെയൊക്കെ ചെയ്ത് അതെല്ലാം ഓക്കെ ആണെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന വേർച്യു ഏതാണ്, ഫിഡലിറ്റി ആണ്. ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ ആണെങ്കിൽ അവിടെ ലവ് ഉണ്ടാകും. ജനറേറ്റിവിറ്റി ആൻഡ് സ്റ്റാഗ്നേഷൻ ആണ് കെയർ, അതായത് നമ്മൾ പറഞ്ഞു എന്ത് ഒരു 40s-50s ഏജ് ഗ്യാപ്പ് ആണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻ നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അവർക്ക് പ്രൊഡക്റ്റീവ് ആണ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ഒരു കെയർ ആണ് ഇവിടെ വരുന്നത്, അല്ലെ. ആൻഡ് ലാസ്റ്റ് ഇന്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പെയർ, അവിടെ വരുന്ന വേർച്യു ഏതാണ്, യെസ്, വിസ്ഡം. ഇതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു മെയിൻ കാര്യം. ഇത്രയും ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം. അതേതാണ്, നമ്മള് എറിക്സന്റെ തിയറി പറഞ്ഞു, ഫ്രോയിഡിന്റെ തിയറി പറഞ്ഞു. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള തിയറിയാണ്. നമ്മുടെ ചുറ്റുപാടും നമ്മുടെ മക്കളും അതുപോലെ തന്നെ വീട്ടിലുള്ള മക്കളും നമ്മുടെ കസിൻസിനെയൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാം. കാരണം നമുക്ക് ഒരുവിധം ഇതിലുള്ള എല്ലാ ഏജ് ഗ്രൂപ്പിലെ ആളെ നമുക്ക് കണക്ഷൻ ഉണ്ടാകും. അപ്പൊ അവരൊക്കെ നോക്കിയിട്ട് നമുക്കിത് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് ബിഹേവിയറിസം. ബിഹേവിയറിസം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്താണ് ബിഹേവിയറിസം, അതൊന്ന് എല്ലാവരും ഒന്ന് ആലോചിച്ച് എന്താണ് ബിഹേവിയറിസം എന്നുള്ള ഒരു കാര്യം. യെസ്, നമുക്കറിയുന്നത് തന്നെ ബിഹേവിയറിസം, ആ വാക്ക് തന്നെ ബിഹേവിയർ, നമുക്ക് കാണാൻ പറ്റുന്ന ഒബ്സർവബിൾ ബിഹേവിയർ, അത് നോക്കിയിട്ടാണ് നമ്മൾ ഈ ഡെവലപ്മെന്റ് നടക്കുന്നത് എന്നുള്ള പറഞ്ഞിട്ടുള്ളത്. അതായത് എന്താ, എല്ലാ ഓർഗാനിസത്തിനെ പോലെ മനുഷ്യരും എന്താണ് അവരുടെ ചുറ്റുപാടുള്ള എക്സ്പീരിയൻസസ്, അതായത് ചിലപ്പോൾ നല്ല പ്ലസന്റ് ആയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടാവും, പെയിൻഫുൾ ആയിട്ടുള്ള ത്രെട്ടണിങ് ആയിട്ടുള്ള, അങ്ങനെ ഡിഫറെന്റ് എക്സ്പീരിയൻസസ് ഉണ്ടാവും. ഇതിലൂടെ ഒക്കെ കടന്നുപോയി അതിനെ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഡെവലപ്മെന്റ് നടക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് മെയിൻലി ഒരു 3 ആളുകളാണ് നമുക്ക് നോക്കാനുള്ളത്. ഫസ്റ്റ് ഇവാൻ പാവ്ലോ. ആരാണ് ഇവാൻ പാവ്ലോ? ഇവാൻ പാവ്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലോട്ട് പെട്ടെന്ന് വരുന്ന ഒരു കോൺസെപ്റ്റാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നുള്ളത്. നമ്മളൊക്കെ പഠിച്ചു തുടങ്ങിയ സമയത്ത് ഭയങ്കര ഇൻട്രസ്റ്റോടെ എന്താണ്, എങ്ങനെയാണ് ഈ കോൺസെപ്റ്റ് വന്നത് എന്നൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റോടെ ഇത് കേട്ടിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറഞ്ഞാല്. സോ ഇവാൻ പാവ്ലോ നമുക്കറിയാം ഒരു റഷ്യൻ ഫിസിയോളജിസ്റ്റ് ആയിരുന്നു. അയാൾ ആദ്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്, ബെല്ലടിക്കുമ്പോ ഡോഗ് സലീവേറ്റ് ചെയ്യുന്ന, ആ കണ്ടീഷനിങ് നടക്കുന്നതൊക്കെ. സംഭവത്തിൽ നമ്മുടെ ഈ ഇവാൻ പാവ്ലോ ഡോഗ്സിലുള്ള സലൈവയുടെ റോൾ, അതായത് ഡൈജസ്റ്റീവ് പ്രോസസ്സിൽ സലൈവയ്ക്ക് എത്രത്തോളം റോൾ ഉണ്ട്, എന്താണ് എന്നുള്ള കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന ഒരാളാണ് ആര്, ഇവാൻ പാവ്ലോ എന്നുള്ളത്. അപ്പൊ ഈ ഡോഗിന്റെ സലൈവ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അവരുടെ ത്രോട്ടിൽ ഒരു ഡിവൈസ് പ്ലേസ് ചെയ്തു. എന്നിട്ട് എന്താണ് അവർക്ക് ഫുഡ് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ അപ്പൊ ആ ഒരു റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പാവ്ലോ മനസ്സിലാക്കിയത് ഈ മീറ്റ് കൊടുക്കുന്നതിന് മുന്നേ തന്നെ അവർ സലൈവേറ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. അങ്ങനെ അത് മനസ്സിലായപ്പോ അയാൾ ചോദിച്ചു, ഓക്കെ, ഇതെന്താണെന്നൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നോക്കാം, ഈ പ്രോസസ്സ് എന്താണെന്ന് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ള നമുക്ക് അറിയുന്ന ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിന്റെ കോൺസെപ്റ്റ് വരുന്നത്. അതായത് എന്താണ്,
ബെല്ല് എന്നുള്ള ഒരു സ്റ്റിമുലസ് ആണ് അതിനോടുള്ള അതായത് ഫുഡിനോടുള്ള ഒരു റെസ്പോൺസ് ആയിട്ടാണ് സലൈവേഷൻ വരുന്നത് അല്ലെ. ഫുഡ് കിട്ടുന്നത് അറിയുന്നോടാണല്ലോ സലൈവേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു ഫുഡ് അതുപോലെ തന്നെ ബെല്ലും ഇങ്ങനെ റിപ്പീറ്റഡ്ലി അസോസിയേറ്റ് ചെയ്തപ്പോ അവസാനം എന്താണ്, ആള് ബെല്ല് കേൾക്കുമ്പോ തന്നെ ഡോഗ് എന്ത് ചെയ്യുന്നുണ്ട്, സലീവേറ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അതാണ് ക്ലാസിക്കൽ കണ്ടീഷന്റെ കോൺസെപ്റ്റ്. അതായത് ബെല്ല് ആദ്യം നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ തന്നെ ഡോഗ് എന്ത് ചെയ്യും, സലീവേറ്റ് ചെയ്യും ഫുഡ് കാരണം കൊണ്ട് തന്നെ. സോ പിന്നീട് കൊടുക്കാൻ തുടങ്ങിയപ്പോ എന്ത് ചെയ്യും, ബെല്ലടിക്കും എന്നിട്ട് ഫുഡ് കൊടുക്കും. പിന്നെയും ബെല്ലടിക്കാൻ റിപ്പീറ്റഡ്ലി അത് അസോസിയേറ്റ് ചെയ്തപ്പോ ഡോഗിന് എന്താ അവിടെ ആ ഒരു അതായത് ബെല്ലും അതുപോലെ തന്നെ ഫുഡും തമ്മിലൊരു അസോസിയേഷൻ വന്നു. പിന്നീടൊക്കെ ബെല്ല് കേൾക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ഡോഗ് സലൈവേറ്റ് ചെയ്യുക. അതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നുള്ള കോൺസെപ്റ്റ് നമുക്ക് അറിയുന്നതാണ്. അതാണ് ബിഹേവിയർസ് നമ്മൾ ഓർത്ത് വെക്കുന്ന ഒരു കോൺസെപ്റ്റ്, ഫസ്റ്റ് ഇവാൻ പാവ്ലോവിന്റെ കാര്യം. ഓക്കെ, നെക്സ്റ്റ് നമുക്കുള്ളതാണ് ജോൺ ബി വാട്സൺ. സോ ജോൺ ബി വാട്സൺ എന്താണ്, ജോൺ ബി വാട്സന്റെ കോൺസെപ്റ്റ് എന്താണ്, എല്ലാരും ഒന്ന് ഓർത്ത് നോക്കിക്ക്. എന്താണ്, നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള ഒരു പേരുണ്ടല്ലോ, എന്താണ് ആ പേര്? യെസ്, ലിറ്റിൽ ആൽബർട്ട്. അതെ, ജോൺ ബി വാട്സൺ പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ഒരു കാര്യമുണ്ട്. അതായത് ഒരു കുട്ടിയുടെ എങ്ങനെ വേണമെങ്കിലും മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആര്യം, ജോൺ ബി വാട്സൺ. അതായത് ഈ സ്റ്റിമുലസ് റെസ്പോൺസ് എന്ന സാധനം നമ്മൾ പറഞ്ഞല്ലോ, അതിന് അതായത് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു, ഇവാൻ പാവ്ലോവിന്റെ കോൺസെപ്റ്റ് പറഞ്ഞു. അത് വെച്ചിട്ടാണ് ഇയാള് നമ്മുടെ ലിറ്റിൽ ആൽബർട്ടിൽ ഒരു എക്സ്പെരിമെന്റ് നടത്തുന്നത്. ഓക്കെ, അതായത് 11 മാസം പ്രായമുള്ള ഒരു കുട്ടീനെ എടുത്ത്, ആ കുട്ടീന്റെ ശരിക്കുള്ള പേര് ആൽബർട്ട് എന്നല്ല കേട്ടോ, വേറെ എന്തോ ഒരു പേരാണ്, എന്താന്ന് എനിക്ക് ഓർമ്മയില്ല, നോക്കിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, സോ ലിറ്റിൽ ആൽബർട്ട് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാണ്ടിരിക്കുന്നത്, പിന്നെ ലിറ്റിൽ ആൽബർട്ട് എന്നുള്ള. അപ്പൊ 11 മാസമായ കുട്ടീനെ എടുത്തിട്ട് എന്ത് ചെയ്തു, ആ കുട്ടിക്ക് ഒരു റാറ്റിനെ കൊടുക്കാണ് കളിക്കാൻ. അപ്പൊ ആ കുട്ടി റാറ്റിട്ട് കളിക്കുന്നതിന്റെ ഇടയിൽ എന്ത് ചെയ്തു, ഭയങ്കര ലൗഡ് നോയ്സിലോട്ട് ഈ ആൽബർട്ടിനെ എക്സ്പോസ് ചെയ്യാണ്. ഓക്കെ, അങ്ങനെ റിപ്പീറ്റഡ്ലി റാറ്റിനെ കുട്ടി കളിക്കുന്ന ഇടയിൽ ഈ സൗണ്ട് ഉണ്ടാക്കുന്ന, അങ്ങനെ റിപ്പീറ്റഡ്ലി കൊടുത്തു കഴിഞ്ഞപ്പോ കുട്ടിക്ക് പിന്നെ റാറ്റിനെ കാണുമ്പോഴത്തേക്കും കുട്ടിക്ക് പേടി വരികയാണ്. ഓക്കെ, അത് റാറ്റിനോട് മാത്രമല്ല, വൈറ്റ് ഫറി ആയിട്ടുള്ള എല്ലാ സാധനത്തിനോടും ആ കുട്ടിക്ക് പേടി വരുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താണ്, ഫിയറിനെ കണ്ടീഷൻ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിനോട് അതായത് ഈ റാറ്റ്, ലൗഡ് നോയ്സ്, ഇതിനെ രണ്ടിനെയും സൈമൾട്ടേനിയസ്ലി കാണിച്ച് എന്ത് ചെയ്യാണ്, ആ കുട്ടിയിൽ പേടി കണ്ടീഷൻ ചെയ്തെടുത്തിട്ടാണ് ഉള്ളത്. അതാണ് ജോൺ ബി വാട്സന്റെ ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ബി എഫ് സ്കിന്നർ. ബി എഫ് സ്കിന്നറിന്റെ കോൺസെപ്റ്റ് ഏതാണ്, അപ്പാരന്റ് കണ്ടീഷനിങ് തിയറിയാണ്. അതായത് നമ്മൾ ഒരു ബിഹേവിയർ ചെയ്താൽ ആ ബിഹേവിയറിന്റെ കോൺസിക്വൻസസ്, അതായത് നമ്മളൊരു ബിഹേവിയർ ചെയ്താൽ ആ ബിഹേവിയറിന്റെ കോൺസിക്വൻസസ് എന്താണോ അതിനനുസരിച്ചിട്ട് ആ ബിഹേവിയർ ഇനി ഭാവിയിൽ നടക്കോ ഇല്ല എന്നുള്ളതിന്റെ പ്രോബബിലിറ്റി നമുക്ക് മനസ്സിലാവും എന്നുള്ളത്. അതായത് ഇപ്പൊ ഒരു കുട്ടി, ആ കുട്ടി ചുമരുമലൊക്കെ വരക്കാന്ന് വിചാരിച്ചോ, ചുമരുമ വരക്കുമ്പോൾ നമ്മൾ ആ കുട്ടിക്ക് ഓക്കെ ചുമരുമ വരച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ കുട്ടിക്ക് ഒരു ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി ആ കുട്ടി എന്ത് ചെയ്യും, ഇനിയും ചുമരുമേൽ വരക്കും. കാരണം എന്തുകൊണ്ടാ, ആ കുട്ടിക്ക് അവിടെ ഒരു പോസിറ്റീവ് റിവാർഡാണ് കിട്ടുന്നത്. ഓക്കെ, ഒരു റിവാർഡ്, ആ കുട്ടിയുടെ ഒരു റിവാർഡ് കിട്ടിയപ്പോൾ എന്താണ്, ആ കുട്ടി ആ ബിഹേവിയർ വീണ്ടും റെയിൻഫോഴ്സ് ചെയ്യപ്പെടുന്നുണ്ട്. ആ ബിഹേവിയർ അവിടെ കുട്ടി ബിഹേവിയർ എന്ത് ചെയ്യും, വീണ്ടും കാണിക്കും. ഓക്കെ, അതല്ലെങ്കിൽ നമ്മൾ ആ കുട്ടി ചുമരിൽ വരക്കുമ്പോൾ നമ്മൾ ചീത്ത പറയാന്ന് വിചാരിക്കും, ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്, ചീത്ത പറയുകയാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ എക്സാമിന് അല്ലെങ്കിൽ ക്ലാസ്സിലുള്ള ഒരു കുട്ടിനെ ഉപദ്രവിച്ചെന്ന് വിചാരിക്കും. അപ്പൊ ഉപദ്രവിച്ച സമയത്ത് ടീച്ചർ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ കുട്ടി എന്ത് ചെയ്യും, ആ കുട്ടി അത് വീണ്ടും കാണിക്കും. അതല്ലാതെ ആ കുട്ടിനെ ചെറുങ്ങനെ സ്കോൾഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താണ്, അത് ആ കുട്ടിയുടെ ബിഹേവിയർ കുറക്കാണ് ചെയ്യുന്നത്. കാരണം സ്കോൾഡിങ് എന്ന് പറഞ്ഞാൽ അതിന്റെ പണിഷ്മെന്റ് ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യും, ആ ബിഹേവിയർ അവിടെ കുറക്കും. ഇതാണ് ഈ ഒരു കോൺസെപ്റ്റ് ആണ് ആരുടെ കോൺസെപ്റ്റ്, ബി എഫ് സ്കിന്നറിന്റെ അപ്പാരന്റ് കണ്ടീഷനിങ് എന്നുള്ള കോൺസെപ്റ്റ്. ഒരു റിവാർഡ് കൊടുത്താൽ ആ ബിഹേവിയർ വീണ്ടും കാണിക്കും, ഇല്ലെങ്കിൽ ആ ബിഹേവിയർ കുറയും. അതാണ് ബി എഫ് സ്കിന്നറിന്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. ചൈൽഡ് ഡെവലപ്മെന്റിലൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മളൊന്ന് ഭയങ്കര ഒന്ന് ഡീപ്പായിട്ട് നമ്മുടെ വീട്ടിലുള്ള മക്കളുടെ കാര്യങ്ങൾ നോക്കിയാൽ നമുക്കിത് കാണാൻ പറ്റും. അതായത് കുട്ടി എന്താണ്, കുട്ടി എന്തെങ്കിലും ആണെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത്, അതുപോലെ വാശി പിടിക്കുമ്പോൾ അത് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ആ കുട്ടി എന്താണ് വീണ്ടും വാശി പിടിക്കാൻ ഇനിയും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, നമ്മൾ നോക്കി നമുക്ക്
ഭയങ്കര ക്ലിയർലി നമുക്ക് മനസ്സിലാവുന്നതാണ് ഈ നമ്മുടെ വീട്ടിലൊക്കെ നടക്കുന്ന ഈ അപ്പറന്റ് കണ്ടീഷനിങ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ബിഹേവിയറിസം ഡിസ്കസ് ചെയ്തു. അത് നമ്മൾ ഫ്രോയിഡിന്റെ തിയറി പറഞ്ഞു, പിന്നെ എറിക്സന്റെ തിയറി പറഞ്ഞു. ഇപ്പൊ നമ്മൾ ബിഹേവിയറിസത്തിൽ 3 കോൺസെപ്റ്റ്സ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞത്: അപ്പറന്റ് കണ്ടീഷനിങ്, ക്ലാസിക്കൽ കണ്ടീഷനിങ് ആൻഡ് നമ്മൾ പിന്നെ പറഞ്ഞിട്ടുള്ളത് ഏതാണ്? ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെന്റ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയി വിചാരിക്കുന്നത്. ഇതാണ് തിയറീസ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ.